വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന മുട്ട ബിസ്ക്കറ്റില്ലേ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവൺ ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഒരു പാന് മതി. നമ്മൾ പാനിലാണ് ഈ ഒരു ബിസ്ക്കറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. ഇതിനായിട്ട് ഞാൻ 2 വലിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/3 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു കപ്പിൻ്റെ 1/3 ഭാഗം അത് പൊടിച്ച പഞ്ചസാരയാണ് എടുക്കേണ്ടത്. സാധാ പോലെയുള്ള പഞ്ചസാരയല്ല, മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം ഇതിൽ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കിയ ബട്ടർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത്. ഉപ്പുള്ള ബട്ടറോ ഉപ്പില്ലാത്ത ബട്ടറോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു 1/4 ടീസ്പൂണ് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പകരം വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. കളറില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ പഞ്ചസാര പൊടിച്ചത് ഇട്ടതിൻ്റെ കട്ടയൊന്നും ഉണ്ടാവാതെ നല്ലൊരു സ്മൂത്ത് ബാറ്റർ പോലെ ആക്കിയിട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി, അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഒരു അരിപ്പയിലൂടെ ഞാൻ 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. ഞാനെടുത്ത ബട്ടറിൽ ഉപ്പുണ്ടായിരുന്നു, അതുപോലെ ഫുഡ് കളറും ചെറുതായിട്ട് ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് സോൾട്ട് ഇടുന്നില്ല. നിങ്ങൾ ഇനിയിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്, ഫുഡ് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഒന്നിടണം. ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. തരിയും കട്ടയും ഒന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ല തിക്കും അല്ല എന്നാൽ നല്ല ലൂസും അല്ല എന്നുള്ള ആ ഒരു പാകത്തിലാണ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാവുക. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരണം. അതായത് നിങ്ങളിപ്പം ബാറ്റർ ഉപയോഗിച്ചിട്ട് 8 എന്നുള്ള നമ്പർ എഴുതാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതിന് പറ്റണം. അതായത് മുറിഞ്ഞു പോരുത്, ഒരു ഫ്ലോയിൽ വരുന്ന ഒരു ബാറ്റർ ആയിരിക്കണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയോ അല്ല വെള്ളമോ ചേർത്തിട്ട് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് സാധാരണ ഒരു സ്ക്യൂസ് ബോട്ടിലില്ലേ, നമ്മൾ സോസിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ബോട്ടിൽ ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ കോർണർ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇതൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിനകത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഈ ഒരു ബിസ്ക്കറ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഓയിലൊന്നും തടവേണ്ട ആവശ്യമില്ല. ഞാൻ ചെറിയൊരു ഹോളാണ് ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പാൻ എടുക്കുന്ന സമയത്ത് തീരെ അടിയിലൊന്നും പിടിക്കാത്ത നല്ല കോട്ടിങ്ങുള്ള പാൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ ഇത് തീരെ അടിയിലൊന്നും പിടിക്കാതെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വിട്ട് കിട്ടും. അതിനുശേഷം ഇതുപോലെ വേണം നിങ്ങൾ ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്യാൻ. ഒരുപാട് വലിയ വട്ടാക്കിയിട്ട് ചെയ്യേണ്ട, എന്നാൽ ഒരുപാട് ചെറുതും വേണ്ട. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് പരക്കും. അതുപോലെ തന്നെ കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഇതൊന്നും കൂടി വലുതായി വരും. അപ്പോൾ അതിനുള്ള സ്പേസ് നിങ്ങൾ ഇത് ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്യുമ്പോൾ ഇടണം. ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ പഴയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ചെറുതാക്കിയിട്ട് വെക്കുക. ഇത് കവർ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, എന്നാലും മോൾ ഭാഗം ഹാർഡായി കിട്ടില്ല. അപ്പം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ കുക്ക് ചെയ്യാം. കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സമയത്ത് മുകൾ ഭാഗം നല്ല ഹാർഡായിട്ടുണ്ടാവില്ല, പക്ഷേ അടിഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളറ് ചേഞ്ച് ആയത് കാണാൻ പറ്റും. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കളറാണ്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇത് എടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുക. അത് ചൂട് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇത് ഓവനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 8 മുതൽ 10 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വരുന്നത്. ഇതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ തീ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പം തീ നല്ല ചെറുതാക്കി വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് അടിഭാഗം ഒരേ കളറിലും അതേപോലെ തന്നെ മുകൾ ഭാഗം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ.
ആദ്യത്തെ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ പാന് അടുപ്പത്തുനിന്ന് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം അടുത്ത ബാച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കുക. ഇത് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഷേപ്പ് ചെയ്യരുത്. അപ്പോൾ ഓരോ ബിസ്ക്കറ്റും ഓരോ കളറും ഓരോ ലെവലിലുള്ള കുക്കിങ്ങും ആയി പോവും. ഞാനിങ്ങനെ 4 ബാച്ചായിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വലിയ പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ചൂട് തടഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ച് വയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.